ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ കുറേ റിക്വസ്റ്റ് വന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷവർമ നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കറക്റ്റ് ആ ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ചിക്കൻ ഷവർമക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും ബോണ് കുറച്ച് കൂടുതലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുത്തതാണിത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം അറബിക് മസാലയോ അല്ലെങ്കിൽ സാദാ ഗരം മസാലയോ ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത്രയും ഐറ്റംസ് മാത്രമേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുക്കുമ്പം ചെയ്യുന്നുള്ളൂ. മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ മാറ്റി വെക്കണം. എന്നാലേ ചിക്കനിലെല്ലാം പിടിച്ചിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അരമണിക്കൂർ ഞാനിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുബൂസിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലും കൂടി ആക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും. കുബൂസും മയോണീസിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഷവർമയിൽ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമയിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇതും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ഉപ്പൊന്ന് വിതറി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ആ ഒരു ചിക്കൻ വെച്ച സമയത്ത് തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. ചിലർക്ക് നല്ലോണം വേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ഒരു 4-5 ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വരും. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ചിക്കനും റെഡിയായി വരുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എല്ലുള്ള പീസൊക്കെ മാറ്റിയിട്ട് ബോണില്ലാത്ത ഭാഗങ്ങൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കൈ വെച്ചിട്ട് ചെയ്താൽ മതി. ഷവർമയിലൊക്കെ കുറച്ച് വലിയ പീസായിട്ട് കാണുന്നതായിരിക്കും കഴിക്കാനും കാണാനും ഭംഗിയുണ്ടാവുക. മിക്സിയിലിട്ടിട്ട് അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ അതിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കണ്ട. ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും വേണ്ടു. ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെയൊന്നും എണ്ണയിലിട്ട് വെക്കണ്ട. പിന്നെ ഈ സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ മസാലയിലും കൂടി ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും ആ ഒരു തന്തൂരി സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണിയും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചിരട്ട ഇതുപോലെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഗ്യാസിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എനിക്കിതുവരെ ഇത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എപ്പോഴും ഈസി ആയതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഇങ്ങനെ കത്തിച്ചെടുക്കുകയാണ് ചെയ്യുക. ആ ഒരു ചിക്കൻ ആ തന്തൂരി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ചെറിയ ബൗളിലെടുത്തിട്ട് ഈ ചിക്കൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്മോക്ക് വരും. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടിക്കോളും. അധിക സമയമൊന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും. എന്നിട്ട് പിന്നെ അതെടുത്ത് മാറ്റാം. പിന്നെ എപ്പോഴും ചിക്കൻ ഷവർമ ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കുക. ചിക്കൻ കുറഞ്ഞിട്ട് വെജിറ്റബിൾസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഒരു 1/2 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ഹാഫ് കുക്കുംബറും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ തക്കാളിയും കുക്കുംബറും എപ്പോഴും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാലയിൽ അങ്ങനെ വെള്ളം കയറൂല. ആ ഒരു കുരു കംപ്ലീറ്റ് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി. ഇത് ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാനേ. പിന്നെ ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മയണീസ് ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മയണീസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓൾറെഡി അതിൻ്റെ റിട്ടേൺ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വീഡിയോ ആയിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 മുട്ടക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം മയണീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിലവർക്ക് നന്നായിട്ട് മയണീസ് വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് കുബൂസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കുബൂസിൻ്റെ മുകളിലും കുറച്ച് മയണീസ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ കുബൂസ് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിനധികം ഫില്ലിങ് തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇത് റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ കെച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ വേണമെന്നുള്ളവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറും വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നമ്മുടെ റോൾ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പ്ലേറ്റ് ഷവർമ കൂടി കാണിക്കാം. കുബൂസിൻ്റെ മുകളിൽ മയണീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് മയണീസ് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മയണീസ് ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെച്ചപ്പും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കുബൂസ് വെച്ചിട്ട് കവർ ചെയ്യുക. അപ്പോൾ പ്ലേറ്റ് ഷവർമയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കറക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. പിന്നെ കുബൂസിൻ്റെയും മയണീസിൻ്റെയും റെസിപ്പിയും കൂടി ആഡ് ചെയ്തിട്ട് ലെങ്ത് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അത് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗീവ് അവേ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് സമ്മാനം വാങ്ങിക്കാനുള്ളൊരു അവസരമാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടിട്ടും വീഡിയോ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്